സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കെ സുധാകരൻ എഴുതിയ നോവൽ ഭ്രമം തുടരുന്നു. വെറുതെ പോയാൽ മതിയോ? എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണ്ടേ ആ കുട്ടിക്ക്? അഞ്ജലി ചോദിച്ചു. കൊടുക്കണം, പക്ഷെ എന്തു കൊടുക്കും? സമ്മാനങ്ങൾ സെലക്ട് ചെയ്യാനും വാങ്ങാനും മിടുക്കിയായിരുന്നു അഞ്ജലി. എന്തെങ്കിലും ഡ്രസ്സ് മേടിച്ചു കൊടുത്താൽ മതി, അവൾ പറഞ്ഞു. ഒരു സാരി ആയാലോ? ഇപ്പോഴത്തെ പെൺകുട്ടികൾ സാരി ഉടുക്കാറില്ല പ്രേം. തന്നെയുമല്ല, അവൾ ചെറിയ കുട്ടിയല്ലേ, 17 വയസ്സ്. എങ്കിൽ ചുരിദാർ മതി. അതൊക്കെ വളരെ കോമൺ ആണ്. എനിക്ക് അന്ന് കണ്ട ഓർമ്മയുണ്ട്. വെളുത്തു മെലിഞ്ഞ ഒരു കുട്ടിയല്ലേ, പട്ടുപാവാടയും ബ്ലൗസും പോരെ. സമ്മാനം കൊടുക്കാൻ അതാണ് നല്ലത്, അവൾ പറഞ്ഞു. റെഡിമെയ്ഡ് കിട്ടുമോ? കിട്ടും, പക്ഷേ നമുക്ക് അവളുടെ അളവറിയില്ലല്ലോ. അല്ലെങ്കിൽ വേറെന്തെങ്കിലും വാങ്ങിക്കാം, 4-5 ദിവസത്തെ സമയമുണ്ടല്ലോ. കുളി കഴിഞ്ഞ് മുകളിലത്തെ നിലയിലുള്ള ലൈബ്രറിയിലേക്ക് അഞ്ജലി പോയ നേരത്താണ് അശ്വതിയുടെ ഫോൺ വന്നത്. എന്താ അച്ചു? അയാൾ കോൾ എടുത്തു. കഷ്ടമായി പോയി അങ്കിൾ, എന്നോടിത് വേണ്ടായിരുന്നു, അവൾ വിതുമ്പി. എന്തു പറ്റി? അയാൾക്ക് മനസ്സിലായില്ല. എത്ര ആഗ്രഹിച്ചു ഞാൻ എൻ്റെ ബർത്ത്ഡേക്ക് അങ്കിൾ ഉണ്ടാവണമെന്ന്. എന്നിട്ട് ആൻറ്റിയെയും കൊണ്ട് ടൂർ പോവുമല്ലേ. എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. ഇപ്പോഴാ ഡാഡി വിളിച്ചു പറഞ്ഞേ. ബർത്ത്ഡേക്ക് വന്നാൽ അച്ചുവിന് സന്തോഷമാകുമോ? അയാൾ ചോദിച്ചു. അത് പിന്നെ പറയാനുണ്ടോ? വെറുതെ കളിയാക്കാതെ അങ്കിൾ. ടൂർ ക്യാൻസൽ ചെയ്തു. ഞങ്ങൾ അച്ചുവിൻ്റെ ബർത്ത്ഡേക്ക് വരുന്നു. നേരാണോ അങ്കിൾ? എനിക്കിത് വിശ്വസിക്കാമോ? എന്നെ വെറുതെ ആശിപ്പിക്കല്ലേ. നേര്. നിന്നോട് ഞാൻ നുണ പറയുമോ? താങ്ക് യു അങ്കിൾ. കാണുമ്പോൾ കെട്ടിപ്പിടിച്ച് ഞാനൊരു ഉമ്മ തരുന്നുണ്ട്, അവൾ സന്തോഷത്തോടെ പറഞ്ഞു. ഞങ്ങൾ നിനക്കൊരു സമ്മാനം തരുന്നുണ്ട്. എന്താണ്? ഫൈനലൈസ് ചെയ്തിട്ടില്ല, ഒരു പട്ടുപാവാടയും ബ്ലൗസും ആയാലോ എന്ന് അഞ്ജലി ചോദിച്ചു. നിനക്കിഷ്ടമാണോ അത്? ഗ്രേറ്റ് സജഷൻ. അത് മതി അങ്കിൾ. എത്ര നാളായി ഞാൻ പട്ടുപാവാടയും ബ്ലൗസും അണിഞ്ഞിട്ട്. ഞാനിപ്പോൾ അത്ര ചെറിയ കുട്ടിയൊന്നുമല്ല, അതുകൊണ്ട് ഡാഡിയും മമ്മിയും അതൊന്നും മേടിച്ചു തരത്തില്ല. അളവറിയില്ലല്ലോ, വാങ്ങിക്കൊണ്ട് വരുമ്പോൾ ചെറുതായി പോയാലോ? എൻ്റെ ബ്രാ സൈസ് പറഞ്ഞു തന്നാൽ മതിയോ? പെട്ടെന്ന് അവൾ ചോദിച്ചു. പ്രേം ഞെട്ടിപ്പോയി. ഇപ്പോഴത്തെ കുട്ടികൾ. അതൊന്നും വേണ്ട, ചമ്മലോടെ അയാൾ പറഞ്ഞു. അതെന്താ? ഞാൻ നിൻ്റെ അങ്കിളല്ലേ, എന്നോട് അതൊന്നും പറയരുത്. ശരിക്കു പറഞ്ഞാൽ അങ്കിളൊന്നുമല്ലല്ലോ, എൻ്റെ മമ്മിയുടെ മുറിച്ചെറുക്കൻ. നിങ്ങൾ തമ്മിൽ കെട്ടിയിരുന്നെങ്കിൽ എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്ത് വരില്ലേ? ചെറിയച്ചാന്നാണ് റിയലായിട്ട് വിളിക്കേണ്ടത്, എന്നാലും വിളിക്കാനൊരു സുഖം അങ്കിളാണ്. വായാടി പെണ്ണ്, അയാൾ വിചാരിച്ചു. അങ്കിളിനൊരു രഹസ്യം കേൾക്കണോ? പെട്ടെന്ന് അവൾ ചോദിച്ചു. എന്താണ്? മമ്മി സ്റ്റിൽ ഹാസ് എ ക്രഷ് ഫോർ യു. ആഗ്രഹമുണ്ടായിരുന്നു, പ്രായവ്യത്യാസമാണ് ചതിച്ചത്, അവൾ പറഞ്ഞു. അച്ചു, അസംബന്ധമൊന്നും പറയാതെ, അയാൾ അവളെ ശാസിച്ചു. സത്യമാങ്കിൽ ചിലപ്പോൾ ഡാഡിയുമായിട്ട് ഫൈറ്റ് ഉണ്ടാകുമ്പോൾ മമ്മി എന്നോട് പറഞ്ഞിട്ടുണ്ട്, പ്രേമിന് 4-5 വയസ്സ് കൂടുതലുണ്ടായിരുന്നെങ്കിൽ ഞാൻ അവനെ മാത്രമേ കെട്ടത്തുള്ളായിരുന്നുവെന്ന്. അവൾ അത് പറഞ്ഞ് ചിരിച്ചു. പ്രേം ചുറ്റുമൊന്ന് നോക്കി. അഞ്ജലി മുകളിലാണ്, സൗദാമ്മ അടുക്കളയിലും. ശരി, ഞാനിത്തിരി തിരക്കിലാണ് അച്ചു, ശനിയാഴ്ച കാണാം. താങ്ക് യു അങ്കിൾ, ഞാൻ കാത്തിരിക്കാം. ബൈ, ടേക്ക് കെയർ. അയാൾ കോൾ കട്ട് ചെയ്തു. അമ്മയുടെ മോൾ തന്നെ. അശ്വതിക്ക് സമ്മാനിക്കാൻ ഒരു പട്ടുപാവാടയും ബ്ലൗസും വാങ്ങി ഗിഫ്റ്റ് പാക്ക് ചെയ്തു. അതും കൊണ്ടാണ് ശനിയാഴ്ച വൈകുന്നേരം 7 മണിയായപ്പോൾ പ്രേമും അഞ്ജലിയും മധുമതിയും കൂടി വിജയൻ്റെ വീട്ടിലേക്ക് പോയത്. കാറിൻ്റെ ശബ്ദം കേട്ട് അഞ്ജലി ഓടിയിറങ്ങി വന്നു. ചുരിദാറും ടോപ്പുമായിരുന്നു അവളുടെ വേഷം. അവൾ വലിയ പെണ്ണായി കഴിഞ്ഞിരുന്നു. ബ്ലൗസ് അവൾക്ക് പാകമാകില്ലെന്ന് പ്രേമിന് തോന്നി. അശ്വതി അയാളുടെ നോട്ടം കണ്ട് കുസൃതിയോടെ ചിരിച്ചു. അമ്മേ. പ്രേം ശങ്കറിനെയും അഞ്ജലിയെയും മധുമതിയെയും കണ്ട് അശ്വതി നീട്ടി വിളിച്ചു. എന്താ മോളെ? വീടിനുള്ളിൽ നിന്ന് കുസുമം വിളിച്ചു ചോദിച്ചു. ദാ, ആരൊക്കെയാ വന്നിരിക്കുന്നതെന്ന് നോക്കിക്കേ. നമ്മുടെ പ്രിയപ്പെട്ട ഗസ്റ്റുകൾ എത്തിയിരിക്കുന്നു. ശ്രീമാൻ പ്രേംശങ്കർ, ശ്രീമതി അഞ്ജലി, കുമാരി മധുമതി, അവൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. ഗിഫ്റ്റ് പാക്കറ്റ് അഞ്ജലിയുടെ കയ്യിലായിരുന്നു. അവൾ മുഖം തിരിച്ച് പ്രേംശങ്കറെ ഒന്ന് നോക്കി. ആ നോട്ടത്തിൻ്റെ അർത്ഥം അയാൾക്ക് മനസ്സിലായി. ഇറക്കം കറക്റ്റായിരിക്കും, ശബ്ദം താഴ്ത്തി അയാൾ പറഞ്ഞു. അതല്ല, വണ്ണം. എന്താണ് രണ്ടുപേരും കൂടി ഒരു രഹസ്യം പറച്ചിൽ? അശ്വതി അവരുടെ അടുത്തേക്ക് വന്നു. ഹാപ്പി ബർത്ത്ഡേ മോളെ. അഞ്ജലി ആശംസകൾ നേർന്നുകൊണ്ട് പാക്കറ്റ് അവൾക്ക് കൊടുത്തു. താങ്ക് യു ആൻറ്റി. അവൾ അത് സന്തോഷപൂർവ്വം സ്വീകരിച്ചു. അഞ്ജലി അങ്ങ് വളർന്നു പോയല്ലോ. ഞങ്ങൾ ഒരു ഡ്രസ്സാണ് വാങ്ങിയത്, പാകമാകുമോ എന്നറിയില്ല, അഞ്ജലി പറഞ്ഞു.
അത് നമുക്ക് ഇപ്പം തന്നെ പരീക്ഷിച്ച് നോക്കാമല്ലോ. സത്യത്തിൽ ആൻറ്റിയെ കാണുമ്പോഴാണ് എനിക്ക് സാരി ഉടുക്കാൻ കൊതി തോന്നുന്നേ. എന്തു ഭംഗിയായിട്ടാണ്. അതിനെന്താ, സമയം കിട്ടുമ്പോൾ അശ്വതിയും സാരി ഉടുക്കണം. അപ്പോഴാണ് കുസുമം വാതിൽക്കൽ പ്രത്യക്ഷപ്പെട്ടത്. എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? അച്ചു മിണ്ടാൻ തുടങ്ങിയാൽ പിന്നെ നിർത്തില്ല. നീ അവരെ ഒന്ന് ശ്വാസം വിടാൻ സമ്മതിക്കുമോളെ? കളിമട്ടിൽ കുസുമം പറഞ്ഞു. നല്ലൊരു ദിവസമായിട്ട് എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ അമ്മേ? അശ്വതി കോപം അഭിനയിച്ചു. ഏയ്, കുസുമൻ ചേച്ചി അശ്വതിയെ ഒന്ന് കളിയാക്കിയതല്ലേ. നീ വാ. അവർ എല്ലാവരും സ്വീകരണ മുറിയിലേക്ക് കയറി ചെന്നു. വിജയേട്ടൻ എവിടെ? പ്രേംശങ്കർ ചോദിച്ചു. കുളിക്കുമായിരുന്നു. ഇറങ്ങിയെന്നാ തോന്നുന്നേ. എന്താ നിങ്ങളുടെ ടൂർ പ്രോഗ്രാം മാറ്റിവെച്ചത്? കുസുമൻ ചോദിച്ചു. അശോകൻ ചേട്ടന് എന്തോ അസൗകര്യം. അടുത്ത മാസം പോകാമെന്ന് വെച്ചു, അഞ്ജലി പറഞ്ഞു. കസവ് സെറ്റ് സാരിയായിരുന്നു കുസുമത്തിൻ്റെ വേഷം. 40-ലും അവരുടെ ശരീരവടിവിന് ഒട്ടും കോട്ടം തട്ടിയിരുന്നില്ല. നിതംബം മുട്ടിക്കിടക്കുന്ന സമൃദ്ധമായ മുടി, ചുവപ്പിച്ചതുപോലെയുള്ള ചുണ്ടുകൾ. മോളെന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത്? മധുമതിയുടെ താടിയിൽ പിടിച്ചുകൊണ്ട് കുസുമൻ ചോദിച്ചു. മധുമതി നാണത്തോടെ ചിരിച്ചു. മോളുവാ, ചേച്ചിയുടെ റൂമിലേക്ക് പോകാം. അവളെയും കൂട്ടി അശ്വതി പോയി. അഞ്ജലിയുടെയും പ്രേംശങ്കറിൻ്റെയും എതിർവശത്തുള്ള സെറ്റിയിൽ കുസുമം ഇരുന്നു. അപ്പോൾ അവളുടെ ഒറ്റക്കല്ല് മൂക്കൂത്തി ഒന്ന് ജ്വലിച്ചു. ബർത്ത്ഡേക്ക് ചേച്ചിയുടെ വീട്ടിൽ നിന്ന് ആരും വരില്ലേ? അഞ്ജലി ചോദിച്ചു. കുടുംബത്തിപ്പോൾ ആരുമില്ലല്ലോ. സിന്ധു ഡൽഹിയിലല്ലേ, പ്രഭ ഷാർജയിലും. രേണുവിൻ്റെ പേരിലാണ് അച്ഛൻ കുടുംബം എഴുതി കൊടുത്തിരിക്കുന്നത്. അവനിപ്പോൾ ലക്ഷദ്വീപിൽ ഡെപ്യൂട്ടേഷനിൽ പോയിരിക്കുക, കുസുമം പറഞ്ഞു. വിജയേട്ടൻ്റെയോ? അനിയനുമായി വിജയേട്ടൻ ഇപ്പോൾ അത്ര രസത്തിലല്ല. ബിസിനസ്സിലിറക്കാൻ 5 ലക്ഷം രാഹുലൻ കടം ചോദിച്ചു. വിജയേട്ടൻ കൊടുത്തില്ല. അപ്പോഴേക്ക് വിജയൻ സ്വീകരണ മുറിയിലേക്ക് വന്നു. അല്ല, എല്ലാവരും എത്തിയോ? സോറി, ഞാൻ പോയിട്ട് ഇപ്പം വന്നതേ ഉള്ളൂ. നിങ്ങൾ വരുന്നതിന് മുമ്പ് വേഗം കുളിക്കുകയായിരുന്നു, അയാൾ പറഞ്ഞു. ഞങ്ങൾ വന്നതേ ഉള്ളൂ വിജയേട്ടാ. ഞങ്ങൾക്കിന്ന് വരാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല. ലാസ്റ്റ് മിനിറ്റിൽ ഒരു പ്രോഗ്രാം ചേഞ്ച് വന്നു, അതുകൊണ്ടാണ്. കുസുമത്തിൻ്റെ അടുത്ത് വിജയൻ ഇരുന്നു. 1 കൊല്ലം മുമ്പ് കണ്ടതിലും വല്ലാതെ വയസ്സായി പോയിരുന്നു അയാൾക്ക്. വയർ ചാടിയിട്ടുണ്ട്. കണ്ണുകൾക്ക് താഴെ വീക്കം. കഷണ്ടി കൂടുതൽ വ്യാപിച്ചിരിക്കുന്നു. അഞ്ജലി എന്താ ഒന്നും മിണ്ടാത്തത്? വിജയൻ ചോദിച്ചു. ഒന്നുമില്ല, ഞാൻ വെറുതെ നിങ്ങളുടെ സംസാരം കേട്ട്. അവൾ ചിരിച്ചു. വീട്ടിലൊക്കെ പോകാറില്ലേ? ഉണ്ട്. കഴിഞ്ഞയാഴ്ച അച്ഛനും അമ്മയും വന്നിട്ടുണ്ടായിരുന്നു. നാട്ടിൽ വന്നാലും ഞങ്ങൾക്ക് ആരുമായിട്ടും വലിയ ബന്ധമൊന്നുമില്ല. അതാ ഞാനിവിടെ നിൽക്കാൻ മടിക്കുന്നേ. അച്ഛൻ്റെ കല്യാണം നടക്കുന്നത് വരെ അവിടെ കഴിയും, പിന്നെ ഇങ്ങ് പോരും, വിജയൻ പറഞ്ഞു. ഹലോ എവരിബഡി. പിന്നിൽ നിന്ന് പെട്ടെന്നൊരു ശബ്ദം കേട്ട് എല്ലാവരും തിരിഞ്ഞു നോക്കി. കസവ് ചിത്രപ്പണികളുള്ള പട്ടുപാവാടയും ബ്ലൗസും ധരിച്ച് അശ്വതി വന്ന് നിൽക്കുന്നു. മജന്ത നിറത്തിലുള്ള ആ വേഷം അവൾക്ക് നന്നായി ഇണങ്ങുന്നുണ്ടായിരുന്നു. അളവ് പാകം, പക്ഷേ മാറിടങ്ങൾക്ക് മുഴുപ്പ്. ഇപ്പോഴാണ് എൻ്റെ മോൾ പിറന്നാൾ കുട്ടിയായത്, സന്തോഷത്തോടെ വിജയൻ പറഞ്ഞു. നേരാ, നല്ല ചേർച്ചയുണ്ട് അവൾക്ക്, പാവാടയും ബ്ലൗസും. ഞാനിതേക്കുറിച്ച് ചിന്തിച്ചതേയില്ല. അവൾക്ക് ഡ്രസ്സ് എടുക്കുമ്പോൾ ഒന്നുകിൽ ജീൻസും ടോപ്പും അല്ലെങ്കിൽ ചുരിദാർ, കുസുമം പറഞ്ഞു. ഇത് അഞ്ജലിയുടെ ഐഡിയയാണ്. പ്രേംശങ്കർ ആ രഹസ്യം വെളിപ്പെടുത്തി. എൻ്റെ മനസ്സ് അഞ്ജലി ആൻറ്റി കണ്ടു, അശ്വതി പറഞ്ഞു. അഞ്ജലിക്ക് സന്തോഷമായെന്ന് അവളുടെ മുഖം കണ്ടപ്പോൾ പ്രേമിന് തോന്നി. ഗൾഫിലെ വിശേഷങ്ങളും നാട്ടിലെ കാര്യങ്ങളും പറഞ്ഞ് അവർ അല്പനേരം ഇരുന്നു. പ്രേം വാ, നമുക്ക് അല്പനേരം മുകളിൽ പോയിരിക്കാം, അതുവരെ വെറുതെ വിടാം. വിജയൻ മെല്ലെ എഴുന്നേറ്റു. അഞ്ജലിക്ക് കാര്യം മനസ്സിലായി. അവൾ പ്രേമിനെ ഒന്ന് നോക്കി. അയാൾ പുഞ്ചിരിച്ചതല്ലാതെ ഒന്നും മിണ്ടിയില്ല. വിജയന് പിന്നാലെ അയാൾ സ്റ്റെയർ കേസ് കയറി മുകളിലേക്ക് പോയി. ചെറിയ ഹാളിലേക്കാണ് അവർ കയറി ചെന്നത്. സെറ്റിയും വലിയ ടീപ്പോയും ഉണ്ടായിരുന്നു അവിടെ. പ്രേം ഇരിക്കൂ. വിജയൻ ബെഡ്റൂമിൽ ചെന്ന് പുതിയ സ്കോച്ച് വിസ്കിയുടെ കുപ്പിയും 2 ഗ്ലാസുകളുമായി വന്നു. ഒറ്റയ്ക്ക് ഞാൻ കഴിക്കാറില്ല, അത് കാരണം കഴിഞ്ഞ തവണ കൊണ്ടുവന്ന 2 ബോട്ടിലുകളിൽ ഒന്ന് ഇപ്പോഴും ഇരിപ്പുണ്ട്. അഞ്ജലിയുടെ വീട്ടിൽ പോകുമ്പോഴേ ഞാനും അശോകൻ ചേട്ടനും ആദിത്യൻ ചേട്ടനുമൊക്കെ കൂടുമ്പോൾ, പ്രേം പറഞ്ഞു. വിസ്കി ഹാർട്ടിന് നല്ലതാണെന്നാണ് വാട്സപ്പിൽ ഒരു ഇൻഫർമേഷൻ വന്നത്. വാട്സപ്പിൽ വരുന്നതൊന്നും ആധികാരികമല്ല ചേട്ടാ. വിജയൻ ചെന്ന് 1/2 ലിറ്ററിൻ്റെ പെറ്റ് സോഡയും 1 ബൗളിൽ കശുവണ്ടി പരിപ്പുമായി വന്നു.
പ്രേമിന് വേണമെന്ന് വിചാരിച്ച സോഡ കൊണ്ടുവന്നത്. ഞാൻ സോഡ ഉപയോഗിക്കത്തില്ല, ഗ്യാസാണ്, എനിക്ക് ഐസ് മതി. മുകളിൽ തന്നെ മിനി ഫ്രിഡ്ജ് ഉണ്ടായിരുന്നു. വേറൊരു ബൗൾ നിറയെ ഐസ് ക്യൂബ് എടുത്തുകൊണ്ട് വന്ന് വിജയൻ ടീപ്പോയിൽ വെച്ചു. എനിക്ക് സോഡ ഇഷ്ടമാണ്, പ്രേം പറഞ്ഞു. വിസ്കി വായിലേക്ക് ഒഴിക്കുമ്പോൾ സോഡയുടെ നുരകൾ വന്ന് വായിൽ തട്ടിത്തകരും. അത് സുഖകരമായൊരനുഭവമാണ് അയാൾക്ക്. 2 ഗ്ലാസ്സുകളിലും വിജയൻ സ്വർണ്ണ നിറത്തിലുള്ള വിസ്കി അല്പം പകർന്നു. അയാൾ സ്വന്തം ഗ്ലാസ്സിലേക്ക് 2-3 ഐസ് കട്ടകൾ എടുത്തിട്ടു. പ്രേം അയാളുടെ ഗ്ലാസ് നിറയെ നുരയുന്ന സോഡ ഒഴിച്ചു. ചിയേഴ്സ്. ഗ്ലാസ് ഉയർത്തി വിജയൻ ഉപചാരം പറഞ്ഞു. ചിയേഴ്സ്. പ്രേമും ഗ്ലാസ് ഉയർത്തി. 2 പേരും ഓരോ കവിൾ കുടിച്ചു. അച്ചുവിന് ഇന്ന് 17 വയസ്സ് തികയുകയാണ്. 3 വർഷം കൂടി കഴിഞ്ഞാൽ അവൾ ഡിഗ്രി പാസ്സാകും. അതിനുശേഷം അവളുടെ കല്യാണം നടത്തണം. കൂടുതൽ പഠിക്കണമെന്നോ ഉദ്യോഗത്തിന് ശ്രമിക്കണമെന്നോ അവൾക്കും ആഗ്രഹമില്ല. അത് കഴിഞ്ഞാൽ ഞാൻ ദുബായ് വിടും. വിജയൻ സ്വന്തം മനസ്സിലിരിപ്പ് പറഞ്ഞു. ഇക്കാലത്ത് പെൺകുട്ടികൾക്കും ഒരു സ്ഥിര വരുമാനം ഉണ്ടാകുന്നത് നല്ലതാ വിജയേട്ടാ. ഒരു കർച്ചീഫ് വേണമെങ്കിൽ പോലും ഭർത്താവിൻ്റെ മുന്നിൽ കാശിനു വേണ്ടി കൈനീട്ടി വരുന്നത് അത് അവർക്കത്ര സുഖമുള്ള കാര്യമായിരിക്കത്തില്ല, പ്രേം പറഞ്ഞു. കാശിന് അവൾക്ക് പ്രയാസം വരത്തില്ലടോ. ഞാനുണ്ടാക്കിയതെല്ലാം ബാങ്കിൽ അവളുടെ പേര് തന്നെ ഇട്ടുവെക്കും. പിന്നെ ഈ വീടും അവൾക്കുള്ളതല്ലേ. നല്ലൊരു പയ്യനെ കണ്ടുപിടിക്കണം, അതാണ് ഏറ്റവും പ്രധാനം. അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം. അക്കാര്യത്തിൽ വിജയേട്ടന് വേവലാതി വേണ്ട, പ്രേം അയാളെ സമാധാനിപ്പിച്ചു. 2 പെണ്ണുങ്ങളെ ഇവിടെ ആക്കിയിട്ടാണ് ഞാൻ പോകുന്നത്. പ്രേം ഇവിടെ ഉണ്ടല്ലോ എന്നത് മാത്രമാണ് എൻ്റെ ആശ്വാസം. എപ്പോഴും ഒരു കണ്ണ് വേണം. ഇടയ്ക്കൊക്കെ സമയം കിട്ടുമ്പോൾ വരണം. ഞാൻ വരാം. വിജയേട്ടന് ഒരു പേടിയും വേണ്ട. അവർ സംസാരിച്ചിരുന്നു. ആദ്യത്തെ ലാർജ് തീർത്തപ്പോൾ വിജയൻ 2ാമത്തേത് ഒഴിച്ചു. പ്രേം തടഞ്ഞില്ല. 2 വരെ ആവാം. 2ാമത്തേതും തീർന്നപ്പോൾ വിജയൻ 3ാമത്തേത് ഒഴിക്കാൻ ഗ്ലാസ് എടുത്തു. എനിക്ക് മതി വിജയേട്ടാ, പ്രേം പറഞ്ഞു. എനിക്കൊന്നുകൂടി ആവാം, വല്ലപ്പോഴും അല്ലേ. വിജയൻ അല്പം വിസ്കി കൂടി സ്വന്തം ഗ്ലാസ്സിലേക്ക് പകർന്നു. അപ്പോഴാണ് അയാളുടെ മൊബൈലിൽ ഒരു കോൾ വന്നത്. അയാൾ ബെഡ്റൂമിൽ ചെന്ന് അതെടുത്ത് അറ്റൻഡ് ചെയ്തു. ഞാൻ താഴേക്കൊന്ന് പോയിട്ട് വരാം പ്രേം. കിച്ചൺ ഷെൽഫിൽ നിന്ന് ഡിന്നർ സെറ്റ് എടുക്കാൻ അവൾക്ക് എത്തുന്നില്ല, അയാൾ വന്ന് പറഞ്ഞു. എങ്കിൽ ഞാനും വരാം. വേണ്ട, അവിടെ ഇരിക്കെ. 8 മണി പോലും ആയില്ലല്ലോ. അല്പം കൂടി വിശക്കട്ടെ, എന്നിട്ട് കഴിക്കാം. വിജയൻ താഴേക്ക് ഇറങ്ങിപ്പോയി. പ്രേം അണ്ടിപ്പരിപ്പെടുത്ത് ഓരോന്നായി തിന്നുകൊണ്ടിരുന്നു. പെട്ടെന്നാണ് 2 കൈകൾ അയാളുടെ പിന്നിൽ നിന്ന് കണ്ണുകൾ പൊത്തിപ്പിടിച്ചത്. മൃദുവായ വിരലുകൾ. വിസ്കിയുടെ ലഹരി സിരകളിൽ ഉണ്ടായിരുന്നെങ്കിലും അയാൾ അനങ്ങാതെയിരുന്നു. അഞ്ജലിയല്ല. അവൾ വേറൊരു വീട്ടിൽ വന്ന് ഇതുപോലെ റൊമാൻറ്റിക് ആവുകയില്ല. പിന്നെ ആരാണ്? അശ്വതിയോ അതോ കുസുമ ചേച്ചിയോ? ഇത്തരം കുസൃതി അശ്വതിയേ ചെയ്യൂ. പിച്ചിപ്പൂ മണമായിരുന്നു വിരലുകൾക്ക്. ആരാണെന്ന് ചോദിക്കാൻ അയാൾ ധൈര്യപ്പെട്ടില്ല. അപ്പോൾ 2 മാരടങ്ങൾ വന്ന് അയാളുടെ ശിരസിൻ്റെ പിന്നിൽ അമർന്നു. കുസുമ ചേച്ചി. പ്രേം പെട്ടെന്ന് കൈകൾ 2ഉം എടുത്തുമാറ്റി തിരിഞ്ഞു നോക്കി. പൂത്തെളിഞ്ഞതുപോലെ കുസുമ നിൽക്കുന്നുണ്ടായിരുന്നു. കുട്ടികളായിരുന്നപ്പോൾ പണ്ട് നമ്മൾ ഉണ്ണിയമ്മാവൻ്റെ വീട്ടിൽ ചെന്ന് കണ്ണുപൊത്തി കളിക്കുമായിരുന്നു. നിനക്കത് ഓർമ്മയില്ലേ പ്രേം? നീ ഒറ്റയ്ക്കിങ്ങനെ ഇരിക്കുന്നത് കണ്ടപ്പോൾ എനിക്കെന്തോ. അയാൾക്ക് മിണ്ടാൻ കഴിഞ്ഞില്ല. അന്ന് പാലമുറ്റത്തെ വത്സലയും നെല്ലിപ്പറമ്പിലെ രേണുവും ഉണ്ണിയമ്മാവൻ്റെ മോൾ പത്മയും നിന്റെ കണ്ണു പൊത്താനായിരുന്നു എല്ലാവർക്കും ഇഷ്ടം. പക്ഷെ എൻ്റെ കൈകൾ മാത്രമേ നീ എന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞിരുന്നുള്ളൂ. വിജയേട്ടൻ എവിടെ? അഞ്ജലി എന്ത് വിചാരിക്കുമെന്നോർത്ത് പ്രേം പെട്ടെന്ന് ചോദിച്ചു. ഇങ്ങോട്ട് വരില്ല ഇനി, നിന്നെ വിളിച്ചുകൊണ്ട് ചെല്ലാൻ പറഞ്ഞു. 1 കൂടി ഒഴിച്ചു വെച്ചിട്ടാ വിജയേട്ടൻ. അത് സാരമില്ല. കുസുമം ആ ഗ്ലാസ് എടുത്ത് വിസ്കിയിലേക്ക് സോഡ ചേർത്ത് അല്പം കുടിച്ചു. പ്രേം താഴേക്ക് ചെല്ല്, ഞാൻ വന്നേക്കാം. അയാൾ മെല്ലെ താഴേക്ക് സ്റ്റെയർ കേസ് ഇറങ്ങിച്ചെന്നു. ഡൈനിങ് ഹാളിലെ മേശപ്പുറത്ത് പ്ലേറ്റുകളിൽ പലതരം വിഭവങ്ങൾ നിരന്നിരുന്നു. വിജയേട്ടൻ മാത്രം അവിടെയുണ്ട്. അഞ്ജലി എവിടെ? പ്രേം ചോദിച്ചു. അവർ അച്ചുവിൻ്റെ റൂമിലാണ്. സുമം വരട്ടെ, വിളിക്കാം. ഉടൻ തന്നെ കുസുമൻ താഴേക്ക് ഇറങ്ങി വന്നു. കഴിക്കാനല്ലേ പ്രേം? അവൾ ചോദിച്ചു. കുസുമൻ ചെന്ന് അഞ്ജലിയെയും അശ്വതിയെയും മധുമതിയെയും വിളിച്ചുകൊണ്ടുവന്നു. അപ്പോഴേക്ക് ബർത്ത്ഡേ കേക്കുമായി വിജയൻ വന്നു. ആദ്യം കേക്ക് കട്ടിങ്, അത് കഴിഞ്ഞ് ഡിന്നർ. കുസുമമാണ് ചുവന്ന നിറത്തിലുള്ള ഒറ്റ മെഴുകുതിരി കേക്കിന് മുകളിൽ കത്തിച്ചു വെച്ചത്. കുട്ടിയെപ്പോലെ അശ്വതി പിങ്ക് നിറത്തിലുള്ള ബർത്ത്ഡേ ക്യാപ്പ് തലയിൽ അണിഞ്ഞു.
മധുമതി എല്ലാം കൗതുകപൂർവ്വം നോക്കി നിന്നു. ഹാപ്പി ബർത്ത്ഡേ എല്ലാവരും ഒരേ സ്വരത്തിൽ ആശംസിച്ചു. മെഴുകുതിരി ഊതി അണച്ചിട്ട് അശ്വതി കത്തിയെടുത്ത് കേക്ക് മുറിച്ചു. എല്ലാവർക്കും അവൾ തന്നെയാണ് അത് ചെറിയ കഷ്ണമാക്കി കൊടുത്തത്. മണി 8:30. ഇനി നമുക്ക് കഴിക്കാം. ഫ്രൈഡ് റൈസും ചിക്കനുമാണ് കുസുമ ഉണ്ടാക്കിയത്. വെജിറ്റബിൾ സാലഡും പപ്പടവും പായസവും കഷ്ണങ്ങളാക്കിയ പലതരം പഴങ്ങളും വേറെ ഉണ്ടായിരുന്നു. സന്തോഷത്തോടെ ചിരിയും കളിയുമായി അവർ ഭക്ഷണം കഴിച്ചു. ഇടയ്ക്ക് കുസുമത്തിൻ്റെ കണ്ണുകൾ പാറി വീഴുന്നത് പ്രേം കാണാതിരുന്നില്ല. അശ്വതി പറഞ്ഞ ഒരു കാര്യം അപ്പോഴൊക്കെ അയാൾക്ക് ഓർമ്മ വരികയും ചെയ്തു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ 9:30 സൗദാമ്മ തനിച്ചാണ് വീട്ടിൽ. ഇനി എത്രയും വേഗം വീട്ടിലേക്ക് പോകണം. അഞ്ജലിക്ക് ഓർമ്മ വന്നു. അന്യ വീടുകളിൽ നിന്ന് ജലപാനം കഴിക്കില്ല സൗദാമ്മ. അതറിയാവുന്നത് കൊണ്ട് അവരെ വിളിച്ചതുമില്ല. അപ്പോൾ സൗകര്യം പോലെ ഒരു ദിവസം 3 പേരും അങ്ങോട്ട് വരണം. പ്രേം യാത്ര പറഞ്ഞു. വരാം പ്രേം, വിജയൻ പറഞ്ഞു. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. വിജയനും കുസുമവും അശ്വതിയും കാറിനടുത്ത് വന്നു. അഞ്ജലിയാണ് ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നത്. മധുമതിയെ മടിയിൽ വെച്ചുകൊണ്ട് പ്രേം അവളുടെ അടുത്തിരുന്നു. കാർ ഗേറ്റ് കടന്ന് റോഡിലേക്ക് ഇറങ്ങി. അപ്പോഴേക്ക് ട്രാഫിക് നന്നേ കുറഞ്ഞിരുന്നു. അശ്വതിയെ കണ്ടപ്പോൾ ഞാൻ കരുതി ഡ്രസ്സ് പാകമാകത്തില്ലെന്ന്. ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ അഞ്ജലി പറഞ്ഞു. ഞാനും. പെൺകുട്ടികളുടെ വളർച്ച വേഗത്തിലാണ്. സാരി ഉടുത്താൽ അവൾ കുസുമ ചേച്ചിയുടെ അത്രയും വരും. എന്തായാലും എൻ്റെ സെലക്ഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എൻ്റെ ഭാര്യ പിന്നെ ആരാണെന്നാ വിചാരിച്ചത്? അയാൾ അവളെ പ്രശംസിച്ചു. വിസ്കിയുടെ കെട്ട് വിട്ടിട്ടില്ലെന്ന് തോന്നുന്നുവല്ലോ. അവൾ അയാളെ കളിയാക്കി. അവർ ചെന്നപ്പോൾ സൗദാമ്മ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. സൗദാമ്മ കഴിച്ചോ? അവർ വാതിൽ തുറന്നു കൊടുത്തപ്പോൾ അവൾ ചോദിച്ചു. ഞാൻ കുറച്ച് ഓട്സ് കാച്ചി കുടിച്ചു മോളെ, അവർ പറഞ്ഞു. മധുമതിക്ക് ഉറക്കം വന്നു തുടങ്ങിയിരുന്നു. അയാൾ ചെന്ന് അവളെ ബെഡിൽ കിടത്തി. കുസുമ ചേച്ചിക്ക് ഇപ്പോഴും 17 വയസ്സാണെന്ന വിചാരം. ഉറങ്ങാൻ കിടക്കുമ്പോൾ അഞ്ജലി പറഞ്ഞു. അതെന്താ? പ്രേം ചോദിച്ചു. സംസാരവും പെരുമാറ്റവും കണ്ടപ്പോൾ എനിക്കങ്ങനെ തോന്നി. വിജയേട്ടനെ കുറിച്ച് പറയുമ്പോൾ എന്തൊരു സ്നേഹമാ. കല്യാണം കഴിച്ചത് കഴിഞ്ഞ മാസത്തിലാണെന്ന് തോന്നും. അയാൾ അത് കേട്ട് ചിരിച്ചു. പിറ്റേന്ന് രാവിലെ കോളേജിൽ ചെന്നപ്പോഴാണ് അഞ്ജലിയെ ഞെട്ടിച്ച ആ വാർത്ത വന്നത്. റിഫ്രഷിംഗ് കോഴ്സിൽ എനിക്ക് സെലക്ഷൻ ഇല്ല, മരിയ റോസ് പറഞ്ഞു. ടീച്ചർ എങ്ങനെ അറിഞ്ഞു? പ്രിൻസിപ്പലിൻ്റെ ഓഫീസിൽ സെലക്ഷൻ ലിസ്റ്റ് വന്നിട്ടുണ്ട്. അഞ്ജലിയുടെ പേരുണ്ട്. ഞാൻ ഔട്ട്. ഞാൻ ഓൾറെഡി 2 കോഴ്സ് അറ്റൻഡ് ചെയ്തതല്ലേ, അതുകൊണ്ടായിരിക്കും. ഒന്നും അറിയാത്തവളെ പോലെ മരിയ പറഞ്ഞു. ഞാനൊറ്റയ്ക്ക് മൈസൂർ വരെ? ആശങ്കയോടെ അഞ്ജലി അവളെ നോക്കി. പേടിക്കണ്ട, എറണാകുളത്ത് നിന്ന് അന്നമ്മ ജോസഫ് ഉണ്ട്. അവളെ എനിക്ക് പരിചയമുണ്ട്. ഞാൻ കൂട്ടിമുട്ടിച്ചു തരാം. എന്നിട്ടും അഞ്ജലിക്ക് സമാധാനമായില്ല. അവൾ അപ്പോൾ തന്നെ പ്രേമിനെ വിളിച്ച് വിവരം അറിയിച്ചു. ഒറ്റയ്ക്ക് എനിക്ക് വയ്യ പ്രേം. മരിയ ടീച്ചർ ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചാൽ ഞാൻ. മണ്ടത്തരം പറയാതെ, എന്തായാലും അറ്റൻഡ് ചെയ്യേണ്ടതല്ലേ, പോണം, ഞാൻ കൊണ്ടുവിടാം. അത് കേട്ടപ്പോൾ അവൾക്ക് കുറച്ച് സമാധാനം കിട്ടി. അല്പനേരം കഴിഞ്ഞപ്പോൾ മരിയ റോസ് അവളെ വിളിച്ചു. സന്തോഷമായില്ലേ? അവൾ ചോദിച്ചു. മനസ്സിലായില്ല, അയാൾ പറഞ്ഞു. ഭാര്യ കുറേ ദിവസം വീട്ടിലില്ലായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാത്ത ഭർത്താക്കന്മാരുണ്ടോ? കുറേ ദിവസമല്ല, ഇതൊരു മാസത്തിലേറെ. എന്നോടാണ് നന്ദി പറയേണ്ടത്. മരിയ റോസ് പൊട്ടിച്ചിരിച്ചു. പ്രേംശങ്കർ ഒന്നും മനസ്സിലാകാതെ മൊബൈൽ ചെവിയോട് ചേർത്ത് പിടിച്ചിരുന്നു. മരിയ റോസ് അങ്ങനെ പറഞ്ഞതിൻ്റെ പിന്നിൽ എന്തോ കാര്യമുണ്ടെന്ന് പ്രേംശങ്കറിന് തോന്നി. അഞ്ജലിക്ക് റിഫ്രഷിംഗ് കോഴ്സിന് സെലക്ഷൻ കിട്ടിയതിന് താൻ എന്തിന് മരിയ റോസിനോട് നന്ദി പറയണം? മനസ്സിലായില്ല, അയാൾ പറഞ്ഞു. ഞാൻ പറഞ്ഞത് സത്യമല്ലേ? കുറേ ദിവസം അഞ്ജലി വീട്ടിലില്ലായിരുന്നുവെങ്കിൽ കുറച്ച് ഫ്രീഡം കിട്ടിയനെ എന്ന് പ്രേംശങ്കർ ആഗ്രഹിച്ചിട്ടില്ലേ? അവൾ ചോദിച്ചു. ഇല്ല, അത് പച്ചക്കള്ളം. ഭാര്യയെ സകല കാര്യങ്ങൾക്കും ആശ്രയിച്ച് ജീവിക്കുന്ന ഭർത്താക്കന്മാർ ചിലപ്പോൾ അങ്ങനെ ആഗ്രഹിക്കുകയില്ലായിരിക്കും. അഞ്ജലിയെ പൂർണ്ണമായി ആശ്രയിച്ച് ജീവിക്കുന്ന ഹസ്ബൻഡല്ല ഞാൻ, അയാൾ പറഞ്ഞു. എങ്കിൽ ഞാൻ പറഞ്ഞത് 100% കറക്റ്റാണ്. ഭാര്യ വീട്ടിലില്ലെങ്കിൽ, വീട്ടുജോലിക്കാരി സുന്ദരിയാണെങ്കിൽ അവളുമായി അടുത്തിടപഴകും. മരിയ പറഞ്ഞത് കേട്ട് അയാൾ പൊട്ടിച്ചിരിച്ചു. ഇവിടെ അതിനൊട്ടും ചാൻസ് ഇല്ല. അല്ലെങ്കിൽ സുന്ദരികളായ സ്ത്രീ സുഹൃത്തുക്കളെ വീട്ടിലേക്ക് ക്ഷണിക്കും.
എനിക്കങ്ങനെ സ്ത്രീ സുഹൃത്തുക്കളില്ല. ഞാൻ പ്രേംശങ്കറിൻ്റെ സുഹൃത്തല്ലേ? പെട്ടെന്ന് അവൾ ചോദിച്ചു. അതെ, ഒന്ന് മടിച്ചെങ്കിലും അയാൾ പറഞ്ഞു. അതോ ഞാൻ അത്ര സുന്ദരിയല്ലാത്തത് കൊണ്ട് എന്നെ ക്ഷണിക്കുകയില്ലേ? സുന്ദരിയല്ലെന്ന് ആര് പറഞ്ഞു? ഓ, സമ്മതിച്ചല്ലോ, സന്തോഷം. മരിയയ്ക്ക് സെലക്ഷൻ കിട്ടിയില്ലെന്ന് അഞ്ജലി പറഞ്ഞു. അവൾക്ക് വലിയ വിഷമമുണ്ട്. മരിയ കൂടി ഉണ്ടെങ്കിൽ ഒരു കൂട്ടാകുമല്ലോ എന്നായിരുന്നു അവളുടെ ആശ്വാസം. പ്രേംശങ്കർ പറഞ്ഞു. അങ്ങനെ വിചാരിക്കരുത്. ഔട്ട്സൈഡ് കേരളയിലുള്ള പല യൂണിവേഴ്സിറ്റികളിലും ഞാൻ കോഴ്സുകളും കോൺഫറൻസുകളും അറ്റൻഡ് ചെയ്യാൻ പോയിട്ടുണ്ട്, തനിച്ച്. അത്തരം കോൺഫിഡൻസ് അഞ്ജലിക്കും കിട്ടട്ടെ. അത് നേരാണ്. അഞ്ജലി മൈസൂരിലേക്ക് പോയാൽ മോളും സഹായത്തിനുള്ള സ്ത്രീയും വീട്ടിൽ കാണുമോ? മരിയ ചോദിച്ചു. ഇല്ല, അവർ അഞ്ജലിയുടെ വീട്ടിലേക്ക് പോകും. ദാറ്റ് മീൻസ് യു വിൽ ബി എലോൺ ഫോർ അബൌട്ട് 5 weeks. ഇടയ്ക്ക് മോളെ കാണാൻ പോകും. വീക്കെൻഡിനല്ലേ? യെസ്. ബാക്കിയുള്ള ദിവസങ്ങൾ വീട്ടിൽ കാണില്ലേ? എപ്പോഴെങ്കിലും ബോറടിച്ചാൽ ജസ്റ്റ് കോൾ മീ. കമ്പനി തരാൻ ഞാൻ വരാം. തമാശ പറഞ്ഞ മട്ടിൽ മരിയ പൊട്ടിച്ചിരിച്ചു. പക്ഷേ അവൾ പറഞ്ഞത് തമാശയല്ലെന്ന് അയാൾക്ക് തോന്നി. ഒരു കാര്യം മാത്രം മനസ്സിലായില്ല. പെട്ടെന്ന് ഓർത്തപ്പോൾ പ്രേംശങ്കർ പറഞ്ഞു. എന്താണ്? അഞ്ജലി 1 മാസത്തിലേറെ വീട്ടിലില്ലാത്തതിന് മരിയയോടാണ് നന്ദി പറയേണ്ടതെന്ന് പറഞ്ഞത്. ഓ, അതോ? അതൊരു സീക്രട്ടാണ്, അവൾ പറഞ്ഞു. അതെന്താണ്? ഇപ്പോൾ പറയില്ല. പിന്നെ എപ്പോഴാണ്? അഞ്ജലി പോയി കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്ന ദിവസം പറയാം. അതുവരെ കാത്തിരുന്നേ പറ്റൂ. എന്താ, പറ്റില്ലേ? അയാൾ വെറുതെ മൂളി. ഗുഡ് ബോയ്. അടുത്ത ക്ലാസ്സിനുള്ള ബെല്ലടിച്ചു. പോവാണ്, പിന്നെ കാണാം. മരിയ റോസ് കോൾ കട്ട് ചെയ്തു. ഒന്നും മനസ്സിലാകാതെ പ്രേംശങ്കർ കസേരയിലേക്ക് ചാരിയിരുന്നു. വാടിയ മുഖത്തോടെയാണ് അന്ന് കോളേജിൽ നിന്ന് അഞ്ജലി വീട്ടിൽ വന്ന് കയറിയത്. എന്തു പറ്റി മോളെ? അവളുടെ വിഷാദഭാവം കണ്ട് സൗദാമിനിയമ്മ ചോദിച്ചു. ഒന്നുമില്ല സൗദാമി, എനിക്ക് ചിലപ്പോൾ 10-35 ദിവസം വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടി വരും. അതോർത്തപ്പോൾ ഒരു സങ്കടം, അവൾ പറഞ്ഞു. അതെന്തിനാ? മനസ്സിലാവാതെ സൗദാമിനിയമ്മ അവളെ നോക്കി. ഒരു കോഴ്സിന് പങ്കെടുക്കാനാ, മൈസൂരിൽ വെച്ച്. അത്രയും ദിവസം ഞാൻ. മോൾക്ക് അത്യാവശ്യമുള്ള സംഗതിയാണോ അത്? അതെ. എന്നാൽ പിന്നെ പോണം. ഇവിടുത്തെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഒരു വിഷമവും വേണ്ട. സൗദാമിനിയമ്മ അവൾക്ക് ധൈര്യം കൊടുത്തു. എന്നാലും ഒരു പേടിയും വേണ്ട. എന്നാ പോവണ്ടേ? 3 മാസം കഴിഞ്ഞ് മതി. അപ്പോഴേക്കും മധുവിൻ്റെ സ്കൂൾ അടയ്ക്കും, ഏപ്രിൽ മാസത്തിൽ. എന്നാൽ പിന്നെ ഒരു പ്രയാസവുമില്ല. കുഞ്ഞിനെയും കൊണ്ട് ഞാനങ്ങ് വീട്ടിൽ പോയിക്കോളാം. അവിടെ ആകുമ്പോൾ കുഞ്ഞിന് അപ്പൂപ്പനും അമ്മൂമ്മയും അമ്മായിയും ചേട്ടനുമൊക്കെ ഉണ്ടല്ലോ. സൗദാമിനിയമ്മയ്ക്ക് ഉത്സാഹമായി. അപ്പോൾ പ്രേമിൻ്റെ കാര്യമോ? സൗദാമിനിയമ്മയ്ക്ക് അതിന് മറുപടിയില്ലായിരുന്നു. ആര് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും? ഒറ്റയ്ക്കല്ലേ? ഒരു വയ്യായിക വന്നാൽ ആരുണ്ട് നോക്കാൻ? എങ്കിൽ ഞാനും കുഞ്ഞും പോകുന്നില്ല മോളെ. നിരാശയുണ്ടായിരുന്നെങ്കിലും സൗദാമിനിയമ്മ സമ്മതിച്ചു. എന്തായാലും പ്രേം വരട്ടെ, ആലോചിച്ചിട്ട് എന്താണെന്ന് വെച്ച് ചെയ്യാം. പ്രേംശങ്കർ അന്ന് വന്നപ്പോൾ സന്ധ്യ കഴിഞ്ഞു. സാധാരണ അയാൾ വരുമ്പോഴേക്ക് അഞ്ജലി കുളി കഴിഞ്ഞ് വേഷം മാറി സുസ്മേരവദനയായി നിൽക്കുമായിരുന്നു. അന്ന് വന്നപ്പോൾ അതൊന്നും ചെയ്തിരുന്നില്ല. സെറ്റിയിൽ ചുരുണ്ടുകൂടി ഇരിക്കുകയായിരുന്നു. എന്തുപറ്റി, സുഖമില്ലേ? അയാൾ അവളുടെ നെറ്റിയിൽ കൈത്തലം വെച്ച് നോക്കി. പനിയൊന്നുമില്ല. അവൾ ദയനീയമായി അയാളെ മുഖമുയർത്തി നോക്കി. എഴുന്നേറ്റ് വാ, അയാൾ പറഞ്ഞു. പ്രേംശങ്കറിന് പിന്നാലെ അവൾ ബെഡ്റൂമിലേക്ക് ചെന്നു. ബ്രീഫ് കേസ് മേശപ്പുറത്ത് വെച്ചിട്ട് അയാൾ അവളെ പിടിച്ച് ബെഡിലിരുത്തി. എന്നിട്ട് അടുത്തിരുന്നു. എനിക്ക് മനസ്സിലായി. ഒറ്റയ്ക്ക് മൈസൂരിൽ പോകുന്ന കാര്യം ഓർത്തിട്ടാണല്ലേ? അയാൾ പുഞ്ചിരിയോടെ ചോദിച്ചു. എനിക്കതത്ര നിസ്സാരമല്ല പ്രേം. കേരളത്തിന് വെളിയിൽ ഞാൻ ഒറ്റയ്ക്ക് പോയിട്ടേയില്ല. കോളേജിൽ നിന്നുള്ള എക്സ്കർഷൻ അല്ലാതെ യാത്ര എനിക്ക് പേടിയാ, പരിചയമില്ലാത്ത നാട്ടിൽ, അവൾ പറഞ്ഞു. ക്യാമ്പസിൽ ചെന്ന് കഴിഞ്ഞാലോ? അത് കുഴപ്പമില്ല, ഞാൻ കൊണ്ടുചെന്ന് വിടാമല്ലോ. പിന്നെന്താ? എന്നാൽ ഇത്രയും ദിവസം വീട്ടിൽ നിന്നകന്ന് എന്തായാലും ഈ കോഴ്സ് അറ്റൻഡ് ചെയ്യണ്ടേ? ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയും നടത്തും. എന്നാലും ഡെയിലി പോയിട്ട് വരാൻ പറ്റില്ലല്ലോ. വീക്കെൻഡിൽ വരാമല്ലോ. മാനസ ഗംഗോത്രി മനോഹരമായ ക്യാമ്പസാണെന്നാണ് കേൾവി. കേരളത്തിൽ ഇതുപോലെയൊന്നില്ല. അത് ശരിയാണ്. പക്ഷേ മരിയാർവസ് ഉണ്ടായിരുന്നെങ്കിൽ പോകുമായിരുന്നു അല്ലേ? അതെ, ടീച്ചർക്ക് സെലക്ഷൻ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും പോയേനെ. സാരമില്ല, കേരളത്തിൽ നിന്ന് വേറെ ആരെങ്കിലും ഉണ്ടോയെന്ന് അന്വേഷിക്കുക. ഉണ്ടെങ്കിൽ ഒന്നിച്ചു പോകാമല്ലോ, അയാൾ പറഞ്ഞു. എറണാകുളത്ത് നിന്ന് ഒരു അന്നമ്മ ജോസഫ് ഉണ്ട്. ആര് പറഞ്ഞു?
മരിയ ടീച്ചർ നമ്പർ തരാമെന്ന് പറഞ്ഞു. എന്നാലും പരിചയമില്ലാത്ത ഒരാളിൻ്റെ കൂടെ. ഇനി ഒരു സംശയവും വേണ്ട. നീ ഈ റിഫ്രഷിംഗ് കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നു, മനസ്സിലായില്ലേ? പ്രേംശങ്കർ തറപ്പിച്ചു പറഞ്ഞു. അഞ്ജലി നിസ്സഹായയായി അയാളെ നോക്കി. നാളെ തന്നെ ആ സ്ത്രീയെ വിളിക്കണം, ടിക്കറ്റ് ബുക്ക് ചെയ്യണം. നിങ്ങൾ ഒന്നിച്ചാണ് പോകുന്നതെങ്കിൽ ഞാൻ വരേണ്ട കാര്യമില്ല. എറണാകുളത്ത് കൊണ്ടുചെന്ന് വിടാം. അവൾ മെല്ലെ തലകുലുക്കി. അടുത്ത ഭാഗം നാളെ.